ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹത്തോടെ പെരുമാറണം. വിവാഹശേഷം ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം സ്നേഹമില്ലെങ്കിൽ ആ വിവാഹം തീർത്തും പരാജയമായിരിക്കും. മാത്രമല്ല, പരസ്പരം സ്നേഹമില്ലെങ്കിൽ സന്തോഷം എങ്ങനെ ലഭിക്കാനാ? പരസ്പരം സ്നേഹത്തോടെ പെരുമാറാത്ത ഭാര്യയും ഭർത്താവും സുഗന്ധമില്ലാത്ത പൂക്കളെപ്പോലെയായിരിക്കും. ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും സ്വീകരിക്കുന്ന പെരുമാറ്റത്തിൽ നിന്നും സമീപന രീതിയിൽ നിന്നുമാണ് ശരിയായൊരു ഭർത്താവും ഭാര്യയും ജന്മം കൊള്ളുന്നത്. ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമകളെപ്പോലെ തന്നെ ഭർത്താവിന് ഭാര്യയോടും ധാരാളം കടമകളുണ്ട്. നമ്മുടെയൊക്കെ ഭാര്യമാർ സ്വന്തം മാതാപിതാക്കളിൽ നിന്നും സഹോദരി സഹോദരന്മാരിൽ നിന്നും മറ്റു ബന്ധുക്കളിൽ നിന്നും അല്പം അകന്ന് നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ ഭാര്യമാർക്ക് മനപ്രയാസമുണ്ടാക്കുന്ന ഒരു നീക്കവും നമ്മിൽ നിന്നുണ്ടാവരുത്. ഭർത്താവിന് ഭാര്യയെ നിയന്ത്രിക്കാനുള്ള അധികാരം ഉണ്ട്. അതിൻ്റെ അർത്ഥം ഭാര്യയെ അടിച്ചമർത്തി ഭരിക്കണമെന്നല്ല. ഒരു പുരുഷന് സ്നേഹത്തോടെ സ്ത്രീയെ നിയന്ത്രിക്കാൻ കഴിയും. ഭാര്യയ്ക്ക് അർഹമായ സ്ഥാനം നൽകണം. ഭാര്യ നമ്മുടെ വീട്ടിലെ രാജ്ഞിയാണ്. നിയമങ്ങളും ഉത്തരവാദിത്തങ്ങളും ഭാര്യയെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഭാര്യ ഒരിക്കലും അടിമയല്ല എന്ന കാര്യം നാം മനസ്സിലാക്കണം. മൃദുല ഹൃദയരാണവർ. ഭാര്യയുടെ അടുക്കൽ നിന്ന് വല്ല അബദ്ധവും സംഭവിച്ചാൽ അവരെ ഗുണദോഷിക്കാം. സ്നേഹത്തോടെയും മൃദുവായ സ്വരത്തിലുമാണ് ഗുണദോഷിക്കേണ്ടത്. നേരെ മറിച്ച് പരുഷമായ സ്വരത്തിലാണ് അവരോട് ഗുണദോഷിക്കുന്നതെങ്കിൽ അവരുടെ മൃദുലമായ ഹൃദയത്തെ അത് മുറിവേൽപ്പിക്കുകയും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹബന്ധത്തിന് അത് കാരണം പോറൽ ഏൽക്കുകയും ചെയ്യും. മനുഷ്യരിൽ നിന്ന് സ്വാഭാവികമായും തെറ്റുകൾ സംഭവിക്കും. നമ്മുടെ ഭാര്യമാരും മനുഷ്യ സ്ത്രീയാണ് എന്ന ബോധം നമുക്കുണ്ടാവണം. ഭാര്യയുടെ പക്കൽ നിന്ന് വല്ല തെറ്റുകളും സംഭവിച്ചാൽ അത് പൊറുക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സ് ഭർത്താക്കന്മാർ കാണിക്കാൻ ശ്രമിക്കണം. നിസ്സാര കാര്യങ്ങൾ ഊതിവീർപ്പിച്ച് പരസ്പരം സംസാരിക്കുന്നത് ശരിയല്ല. ഭാര്യയെ നാവുകൊണ്ട് മാത്രമല്ല ഹൃദയം കൊണ്ടും സ്നേഹിക്കുക. അത് പ്രവൃത്തിയിലൂടെ കാണിക്കണം. ഹൃദയത്തിൽ ഒരു തരി സ്നേഹമില്ലാതെ നാവുകൊണ്ട് സ്നേഹം വാരിക്കോരി നൽകിയിട്ടൊരു കാര്യവുമില്ല. ഇത്തരം ആളുകൾക്ക് സംതൃപ്തമായ ദാമ്പത്യ ജീവിതം നയിക്കാൻ സാധിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഭാര്യമാരോട് സ്നേഹപ്രകടനം നടത്തേണ്ട കാര്യമില്ല എന്നൊരു ഘട്ടത്തിലും ഭർത്താക്കന്മാർ വിചാരിക്കരുത്. വാർദ്ധക്യഘട്ടത്തിലേക്ക് കടന്നാലും തൻ്റെ ഭർത്താവ് തന്നെ സ്നേഹിക്കണമെന്നാണ് ഓരോ സ്ത്രീയും കൊതിക്കുക. അതുപോലെ സ്ത്രീകൾ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുകയോ പുതിയ ആഭരണങ്ങൾ ധരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വെറൈറ്റിയായി ഭക്ഷണം ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്താൽ അവളെ പ്രശംസിക്കുകയും അനുമോദിക്കുകയും ചെയ്യുക. അത് അവർക്ക് കൂടുതൽ മനസ്സംതൃപ്തി ഉണ്ടാക്കും. നമ്മുടെ ഭാര്യയെ നിന്ദിക്കുകയോ ഇകഴ്ത്തുകയോ ചീത്ത പറയുകയോ ചെയ്യരുത്. പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ മുന്നിൽ വെച്ച്. അത് കുട്ടികൾക്ക് മാനസികമായി പ്രയാസങ്ങൾ സൃഷ്ടിക്കും. പഠനത്തെ പോലും അത് ബാധിക്കും. കുട്ടികൾക്ക് നമ്മൾ മാതൃകയാകണം. പരസ്പരം കലഹങ്ങളില്ലാതെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുക. ഭാര്യമാരോടുള്ള കടമകളും നാം നിറവേറ്റുക. ഭാര്യമാരെയും മക്കളെയും അള്ളാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹു അവൻ്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ.